ഹലോ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. KSEBയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പരീക്ഷ കഴിഞ്ഞിട്ട് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്. സോ ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ കുറേ നാളുകളായിട്ട് ഉദ്യോഗാർത്ഥികൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ജൂണിൽ എക്സാം നടന്ന് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ട് കുറേ മാസങ്ങളായെങ്കിലും ഇൻ്റർവ്യൂ ഷെഡ്യൂളിനെ കുറിച്ചൊരു വിവരം ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? യെസ്. സോ അതിൻ്റെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ എത്ര പേര് ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരുന്നു, ആ വിവരങ്ങളൊന്ന് നോക്കിയാലോ? യെസ്. സോ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ മെയിൻ ലിസ്റ്റിൽ ഏകദേശം 383 പേരും, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 388 പേരും, ദെൻ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള 14 പേരും അടങ്ങിയ 785 പേരായിരുന്നു നമ്മുടെ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഈ 785 പേർക്കായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടാവുക. അതിൻ്റെ ഷെഡ്യൂളാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഏത് ഡേറ്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏത് മാസം വരെ നീണ്ടു പോകുന്നു, അത്തരം കാര്യങ്ങൾ നോക്കിയാലോ? യെസ്. അപ്പോൾ ഇത് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇൻ്റർവ്യൂ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്കുള്ള ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 31-ാം തീയതിയാണ് കേട്ടോ. 31/7/2024 സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ 9:30 ഒരു ബാച്ച് ഉണ്ടാവും. 15 പേരടങ്ങിയ 2 ബോർഡ് ഒരേ സമയം ഇൻ്റർവ്യൂ ചെയ്യും. ഓക്കെ, ഒരു ബാച്ചിൽ 15 പേരായിരിക്കും കയറുന്നുണ്ടാവുക. അങ്ങനെയുള്ള 2 ബാച്ച് ഉണ്ടാവും. അത് രാവിലെ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ 2 ബോർഡുകളായിട്ട് 30 പേര് രാവിലെ കംപ്ലീറ്റ് ആവും. ദെൻ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടോ? യെസ്. ആഫ്റ്റർനൂൺ സെയിം ഡേ ഉച്ചയ്ക്ക് ശേഷം 12 മണി സമയത്ത് അടുത്ത ബാച്ചുകൾ തുടങ്ങും. അവിടെ 10 പേരടങ്ങിയ 2 ബാച്ചായിട്ട് നമ്മൾ എന്ത് ചെയ്യും, 2 ബോർഡുകൾ വെച്ചിട്ട് ഇൻ്റർവ്യൂ നടത്തും. ഓക്കെ, യെസ്. ദെൻ പിന്നെ വരുന്നത് നിങ്ങൾക്ക് കാണാം 2-ാം തീയതി 1-ാം തീയതിയൊക്കെ ഇൻ്റർവ്യൂ ഉണ്ട്. 1-ാം തീയതി രാവിലെ 15 പേരടങ്ങിയ 2 ബാച്ച്, ദെൻ ഉച്ചയ്ക്ക് ശേഷം 10 പേരടങ്ങിയ 2 ബാച്ച്. ഓക്കെ, ദെൻ 2-ാം തീയതി രാവിലെ 15 പേരടങ്ങിയ 2 ബാച്ച്. ഉച്ചയ്ക്ക് ശേഷം ഉണ്ടോ? യെസ്, 10 പേരടങ്ങിയ 2 ബാച്ച്. കഴിഞ്ഞോ? ഇല്ല. ഇനി 614 പേരുടെ ഇൻ്റർവ്യൂ കൂടി കഴിയാനുണ്ട്. അത് 8-ാം മാസത്തിൽ, അതേതായിരിക്കും? അത് ആഗസ്റ്റ് അല്ലേ? ആഗസ്റ്റ് മാസത്തിലായിരിക്കും അതിൻ്റെ ഇൻ്റർവ്യൂ ഷെഡ്യൂളുകൾ കംപ്ലീറ്റ് ആവുക കേട്ടോ. സോ ജൂലൈ 31 മുതൽ ആഗസ്റ്റ് വരെ നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂളാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. കഴിഞ്ഞ വിവിധ ഇലക്ട്രിക്കൽ പരീക്ഷകളുടെ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ചൊരു ഇൻഫർമേഷൻ കൂടി ഇൻ്റർവ്യൂവിനെ കുറിച്ച് തരാം കേട്ടോ. അപ്പോൾ ഈ ഇൻ്റർവ്യൂ മുഴുവൻ നടക്കുന്നത് കേരള PSCയുടെ ഹെഡ് ഓഫീസ് തിരുവനന്തപുരത്ത് വെച്ചാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ചില കേസുകളിൽ ജില്ലാ ഓഫീസുകളിലോ അല്ലെങ്കിൽ റീജിയണൽ ഓഫീസുകളിലോ ഒക്കെ ഉണ്ടാവാറുണ്ട്. മനസ്സിലാക്കുക, ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടാവുക കേരള PSCയുടെ തിരുവനന്തപുരത്തുള്ള പട്ടത്തുള്ള ഹെഡ് ഓഫീസിൽ വെച്ചിട്ടാണ്. ഇനി ഇൻ്റർവ്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണയായിട്ട് 20 മാർക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ 100 മാർക്കിൻ്റെ റിട്ടേൺ പരീക്ഷ എഴുതിയിട്ടുണ്ട് അല്ലേ? 100 മാർക്കിൻ്റെ റിട്ടേൺ പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. ഇനിയൊരു 20 മാർക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുക. ഇൻ്റർവ്യൂ പാനലിൽ സാധാരണയായിട്ട് ഒരു KSEBയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥനുണ്ടാവും, ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ടാവും, ദെൻ ഒരു ടെക്നിക്കൽ ഫീൽഡിൽ നിന്നുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിലുള്ള പ്രൊഫസർ ഉണ്ടാവും. ഓക്കെ, ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ട് ഉണ്ടാവും. മിക്കവാറും അത് ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർ ആവാനാണ് സാധ്യത. ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ട് ഉണ്ടാവും. ദെൻ അതിനുശേഷം കേരള PSCയുടെ ഒരു മെമ്പർ ഉണ്ടാവും. കേരള PSCയുടെ ഒരു മെമ്പർ കൂടി ഉണ്ടാവും. അങ്ങനെ 3 പേരടങ്ങുന്ന ഒരു ഇൻ്റർവ്യൂ ബോർഡായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. 20 മാർക്കിനായിരിക്കും അവർ നിങ്ങൾക്ക് മാർക്ക് ഇടുക കേട്ടോ. സോ സാധാരണയായിട്ടൊരു 12 മുതൽ 15 മിനിറ്റ് വരെയൊക്കെ ആയിരിക്കും ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയം ഉണ്ടാവുക. മാക്സിമം ഒരു 15 മിനിറ്റൊക്കെ പോകുള്ളൂ. 10 മുതൽ 15 മിനിറ്റ് വരെയൊക്കെ കേട്ടോ. അത്ര സമയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കിട്ടാവുന്ന മാർക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ സബ് എഞ്ചിനീയർ അതേപോലെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പോലെയുള്ള പരീക്ഷകൾക്കുള്ള ഇൻ്റർവ്യൂവിനെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള മാർക്ക് എന്ന് പറയുന്നത് 9 മുതൽ 13 വരെയാണ്.
കേട്ടോ. സാധാരണയായിട്ട് ഈ ഒരു റേഞ്ചിലാണ് കൊടുക്കാറ്. ഈ അടുത്ത് വരുന്ന മിക്കവാറും എല്ലാ ഇൻ്റർവ്യൂസിലും ഈ ഒരു റേഞ്ചിലാണ് കൊടുക്കാറ്. 9 മാർക്ക് കിട്ടാം, 10 മാർക്ക് കിട്ടാം, 11 കിട്ടാം, 12 കിട്ടാം, 13 കിട്ടാം. ഈ രീതിയിലാണ് നിങ്ങൾക്ക് സാധാരണയായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക. നിങ്ങൾ വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ്, നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും നല്ല രീതിയിൽ ഉത്തരം പറഞ്ഞ് വളരെ സ്മാർട്ടായിട്ട് ഉത്തരം പറഞ്ഞ് എല്ലാത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ, ഇപ്പം KSEBയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. KSEBയുടെ വിവിധ പദ്ധതികളെക്കുറിച്ച് ചോദിക്കാറുണ്ട്. KSEBയെക്കുറിച്ച് ഈ ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്തൊക്കെ അറിയാം, അത്തരം കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ദെൻ നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെയായിരിക്കും ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സബ്ജക്റ്റുകളും കൃത്യമായിട്ടൊന്ന് ഓടിച്ചു പോവുക, നിങ്ങൾ കൃത്യമായിട്ടൊന്ന് വായിച്ചു പോവുക. എസ്പെഷ്യലി നിങ്ങൾ മെഷീൻസും പവർ സിസ്റ്റവും നന്നായിട്ട് നോക്കണം കേട്ടോ. മെഷീൻസും പവർ സിസ്റ്റവും നന്നായിട്ട് നോക്കണം. മിക്കവാറും ചോദ്യങ്ങൾ അതിൽ നിന്ന് തന്നെയാണ് വരാറ്. ദെൻ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് വളരെ കുറവാണ്. ഇപ്പോൾ ബേസിക് ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ കൺട്രോൾ സിസ്റ്റമോ അത്തരം ചോദ്യങ്ങൾക്ക് വളരെ കുറവാണ്. ദെൻ കേരള PSC മെമ്പർ നിങ്ങളോട് ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചിലപ്പം ചോദിച്ചേക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് സാധാരണ ഉണ്ടാവുക. മിക്കവാറും ഒരു 12 മുതൽ 15 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആവുന്ന രീതിയിലുള്ള വളരെ നല്ല രീതിയിൽ സൗഹാർദ്ദപരമായിട്ട് പോകുന്ന നല്ലൊരു ഇൻ്റർവ്യൂ ആയിരിക്കും മിക്കവാറും ഉണ്ടാവാറ്. സോ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും നല്ല പെർഫോമൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് 13 മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സാധാരണയായിട്ട് എല്ലാവർക്കും 13 കൊടുക്കില്ല. ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിയർലി ഒരു 10% ആൾക്കാർക്കൊക്കെ മാത്രമേ ഈ പറയുന്ന 13 മാർക്ക് ഉണ്ടാവുകയുള്ളൂ കേട്ടോ. ഇതും ഞാൻ പറയുന്നത് കഴിഞ്ഞ കേരള PSCയുടെ നടത്തിയിട്ടുള്ള സബ് എഞ്ചിനീയർ, KSEB സബ് എഞ്ചിനീയർ, അതേപോലെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റുകൾ വെച്ചിട്ടാണ്. KSEB സബ് എഞ്ചിനീയർ 2000 പേര് ലിസ്റ്റിൽ വന്ന സമയത്ത്, നിയർലി 2000 ആൾക്കാർ ലിസ്റ്റിൽ വന്നപ്പം അറൗണ്ട് ഒരു 180 to 190 ആൾക്കാർക്ക് മാത്രമേ ഈ ടോപ്പ് മാർക്കായ 13 ലഭിച്ചിട്ടുള്ളൂ. ദെൻ അതിന് താഴെയുള്ള 12 മാർക്ക് കൊടുക്കും, 11 മാർക്ക് കൊടുക്കും, ദെൻ 10 മാർക്കും കൊടുക്കാറുണ്ട്. വളരെ റെയർ കേസസിൽ മാത്രമാണ്, അത്രയും മോശം പെർഫോമൻസ് ആണെങ്കിൽ മാത്രമേ ഈ പറയുന്ന 9 വരാറുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ നല്ലൊരു രീതിയിൽ പഠിച്ചിട്ട് തന്നെയാണ് നിങ്ങളൊരു റാങ്ക് ലിസ്റ്റിൽ വരാൻ വേണ്ടി പോകുന്നത്, ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തായാലും 10, 11, 12 മാർക്കുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങളുടെ ഉദ്ദേശം എന്താ, അത് മാക്സിമം 12ലേക്കോ 13ലേക്കോ എത്തിക്കുക എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തുക. ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാർക്ക് കൂടുതൽ കിട്ടിയാൽ, ഈ 12 മാർക്ക് കിട്ടിയ ഒരു വ്യക്തിക്ക് 13 മാർക്കിലേക്ക് മാറിയാൽ അത് നിങ്ങൾ വളരെയധികം റാങ്കിൽ നിങ്ങളെ സഹായിക്കും. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള റീസൺ മനസ്സിലാവും. ഒരു മാർക്കിലൊക്കെ നിങ്ങളുടെ റാങ്ക് 20, 30, 40 ഒക്കെ മാറി മറഞ്ഞേക്കാം കേട്ടോ. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. സോ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഇലക്ട്രിക്കൽ സബ് എഞ്ചിനീയർ, KSEB, AE ലിസ്റ്റിൽ വന്നിട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരം ടെക്നിക്കൽ എക്സാമുകളെ കുറിച്ചുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ടിൽ ദെൻ ബൈ.